ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ മുസാണ്ടൻ ട്രിപ്പിന്റെ പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാസ്പോർട്ട്, എമിറേറ്റ്സ് ഐഡി എല്ലാം എടുത്തു വെച്ചു. ടെന്റും ചെയറൊക്കെ കാറിൽ തന്നെയുണ്ട്. പിന്നെ നാളത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് അതൊക്കെ രാവിലെ എടുക്കണം. രാവിലെ 9:30 ആകുമ്പോൾ ഇറങ്ങാനാണ് ഞങ്ങളുടെ പ്ലാൻ. പിന്നെ ഡ്രസ്സൊക്കെ എടുത്ത് ഇപ്പോഴേ കാറിൽ വെച്ചാൽ നാളത്തെ പണി കുറയുമല്ലോ. അങ്ങനെ നമ്മൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഇതുകൊണ്ട് വണ്ടി വെക്കാൻ പോവാണേ. എന്താ ഞങ്ങൾ സാധനമെല്ലാം പറക്കി വെച്ച് ഏകദേശം ഇപ്പം 12:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ രാവിലെ എണീച്ച് പോകണം. അപ്പം ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി. അലൈൻ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പം കുറച്ച് സമയം കൂടെ അലൈൻ റോഡ് ഓടേണ്ടി വരും. അത് കഴിയെന്ന് പറഞ്ഞാൽ ദുബായ് റോഡ് പിടിക്കണം. അതുവഴി നേരെ റാസൽ കൈമ വഴി എക്സിറ്റ് ചെയ്യാനാണ് പ്ലാന്. അവിടെ ചെക്ക് പോയിന്റ് ഉണ്ട്, അതുവഴി എക്സിറ്റ് ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാന്. വലിയ ദൂരമൊന്നുമില്ല, ഏകദേശം ഒരു 400 കിലോമീറ്ററേ ഉള്ളൂ. 400 കിലോമീറ്റർ 450 കിലോമീറ്റർ അത്രേ ഉള്ളൂ. ഒരു 6 മണിക്കൂർ ഡ്രൈവ്. പിന്നെ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്ത് പോകുമ്പോഴത്തേന് കുറച്ചുകൂടെ കൂടും. സൈഡിൽ കാണുന്ന സ്റ്റേഡിയം കേട്ടോ, അലൈനിലെ. ഈ അലൈനിൽ കൂടെ പോകാൻ നല്ല ഭംഗിയാണ്. കാരണം 2 സൈഡ് ഫുള്ള് മരങ്ങളും റോഡ് ഫുള്ള് ചെടികളും ഒക്കെ വെച്ച് ഭയങ്കര രസമാണ്. പിന്നെ സൈഡിൽ വാക്ക് വേയും ഒക്കെ ആയിട്ട് നല്ലൊരു സ്ഥലമാണ് അലൈന. യുഎഇയുടെ ഗാർഡൻ സിറ്റി എന്നാണ് അലൈൻ അറിയപ്പെടുന്നത് കേട്ടോ. ഇവിടെ പൊതുവെ അങ്ങനെ അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു പ്ലേസ് ആണ്. ഞാനിവിടെ വന്ന ടൈമിൽ എനിക്ക് അലൈൻ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. കാരണം അന്ന് ഞങ്ങൾ നൈറ്റായിരുന്നു പുറത്തു പോകുന്നത്. അപ്പോൾ ഈ ഭംഗിയൊന്നും കാണാൻ പറ്റില്ലല്ലോ. പിന്നെ പകലൊക്കെ കറങ്ങി നടന്ന് ഭംഗിയൊക്കെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. റൂട്ടൊന്ന് മാറ്റി കൊടുത്തു. അവോയ്ഡ് ഹൈവേസ് കൊടുത്തിട്ട് വേറെ ഒരു റൂട്ട് ഇട്ട്. ടൈം കുറച്ച് കൂടുതലാണ്, കിലോമീറ്റർ ഏകദേശം കറക്റ്റ് തന്നെയാണ്. അപ്പോൾ അവോയ്ഡ് ഹൈവേസ് കൊടുത്ത് ആ വഴി പോകാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ വേറെ ഒരു വഴി പിടിച്ച് ഈ റോഡ് മരുഭൂമി കൂടെ ഉള്ളതാ കേട്ടോ. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ബീച്ചിൽ അൽജർഫ് ബീച്ചിൽ പോയത്. ആ സെയിം വഴി കൂടെയാണ് നമ്മളിപ്പോ പോകുന്നത്. ഇവിടെ 2 സൈഡിലും ഒട്ടകങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിനി വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ടൊന്ന് വണ്ടി നിർത്തുവാണ്. ഇവിടുത്തെ എല്ലാ പമ്പിലും വാഷ്റൂം ഉണ്ട്. ഇവിടെ നമ്മുടെ വണ്ടിക്ക് എയർ ഫില്ല് ചെയ്യാനും അതുപോലെ വൈപ്പർ ടാങ്കിന്റെ വാട്ടർ ഫില്ല് ചെയ്യാനായിട്ടൊക്കെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങൾ രാവിലെ റെഡിയായി അങ്ങോട്ട് ഇറങ്ങി. കുറച്ച് ഓടി കേട്ടോ, ഇറങ്ങി കുറച്ച് ദൂരമായി, കുറച്ച് നേരം അങ്ങോട്ടായി. അപ്പോൾ ഞങ്ങളിങ്ങോട്ട് വന്ന് ഒരു ചെറിയൊരു ബൈ റോഡ് കണ്ടപ്പോൾ അങ്ങോട്ടൊന്ന് കയറ്റിയതാണ്. ഞങ്ങൾ പൊക്കോണ്ടിരിക്കുക. ഇപ്പം
ഇവിടെ ബാക്ക് സൈഡ് ഫുള്ള് മരുഭൂമിയാണ് കേട്ടോ. കാണാൻ പറ്റുമോ എന്നറിയത്തില്ല, ഫുള്ള് മരുഭൂമിയാണ്. ഇതാണ് കേട്ടോ നമ്മൾ കയറിയ റോഡ്. ഇതാ മെയിൻ റോഡ്, നമ്മുടെ പോകുന്ന റോഡ് ഇതാണ്. ഇതൊരു ബൈ റോഡ് പോലെ കണ്ടപ്പോൾ ഞങ്ങൾ കയറിയതാണ്. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഇതാണ് ഈ സൈഡ് ഫുള്ള് മരുഭൂമിയാണ്. അങ്ങോട്ട് ഫുള്ള് ഈ റോഡ് ഫുള്ള് അങ്ങനെ തന്നെയാണ്. ഇവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. ഇവിടെ മെഷീനറീസ് വർക്കിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് എന്തൊക്കെയോ പണികൾ ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ കുറേ നേരമായിട്ട് ഒട്ടകത്തെ നോക്കുക കേട്ടോ, നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി. അന്ന് വന്നപ്പോൾ ഒത്തിരി ഒട്ടകം ഉണ്ടായിരുന്നു, ഇപ്പൊ ഒരു ഒട്ടകം പോലും കാണുന്നില്ല. അതെ, ആദ്യം ഞാൻ കുറച്ച് ഒട്ടകത്തെ അങ്ങ് ദൂരെ കണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഓർത്തിനി അടുത്ത് വല്ലതും കാണുമ്പോൾ നിങ്ങളെ കാണിക്കാന്ന് ഓർത്തു. പക്ഷെ അടുത്ത് നോക്കിയിട്ട് ഇപ്പൊ ഒറ്റ ഒട്ടകം പോലും കാണുന്നില്ല. അന്ന് ബീച്ചിൽ പോയപ്പോഴേക്കും, അന്ന് പക്ഷെ ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു അല്ലേ, നമ്മൾ 5 മണിയൊക്കെ ആയപ്പോഴാണ് പോയത്. അന്നേരം ഒത്തിരി ഒട്ടകം ഉണ്ടായിരുന്നു ഇവിടെ. മർമ്മം ഡയറി ഫാംസ്, ഇതാണ് മർമ്മം. അവിടെ നമുക്ക് അവരുടെ ബോർഡൊക്കെ കാണാൻ പറ്റും. ഇവിടെ അവർ അവരുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു പശുവിന്റെ പടമൊക്കെ ഉണ്ട് കേട്ടോ, നടുക്കുണ്ട്. മർമ്മത്തിന്റെ മുകളിലായിട്ട് ഒരു പശുവിന്റെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്. ഈ റോഡ് കണ്ടോ, നല്ല ഭംഗിയുണ്ട്. 2 സൈഡിലും മരങ്ങളാണ്. അപ്പുറത്തെ സൈഡിൽ ഫുള്ള് ഈന്തപ്പനകളും ഇപ്പുറത്തെ സൈഡില് എന്തോ പേരറിയാത്ത കുറച്ച് മരങ്ങളാണ് കേട്ടോ ഉള്ളത്. അപ്പൊ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. അങ്ങനെ ഞങ്ങൾ നോക്കി നടന്ന് ഒരു സ്ഥലം കിട്ടി. ഇതൊരു പാർക്കിംഗ് ആട്ടോ. പാർക്കിങ്ങും ബസ് സ്റ്റോപ്പും കൂടെ പോകുന്ന വഴിക്ക്. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് കയറ്റിയിട്ട് ഇവിടെ ആകുമ്പം തണലും ഉണ്ട്. ഫുഡൊക്കെ ഞങ്ങൾ എടുക്കാൻ പോകുമായിരുന്നു. ഇത് നല്ലൊരു സ്പോട്ടാട്ടോ, അത് തണലും ഉണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് ഓർത്തിട്ടാണ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ്. ടൈം ഇപ്പോൾ 11:18 ആയി കേട്ടോ. നല്ല വിശപ്പുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ ചപ്പാത്തിയും അപ്പവും ബീഫ് റോസ്റ്റും ആണ് എടുത്തത്. അബിന് ചപ്പാത്തിയും എനിക്ക് അപ്പവും. ഞങ്ങളപ്പോൾ കഴിച്ച വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് പോകാമെന്ന് വെച്ചാൽ, പ്ലേറ്റും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീണ്ടും ഇറങ്ങി. അപ്പം ഇവിടെ മലകളൊക്കെ കാണാൻ സൈഡില് നിറച്ചും കണ്ടോ. ഇനി നമുക്ക് 2:44 മിനിറ്റാണ് കാണിക്കുന്നത് എത്താൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മളിങ്ങനെ നിർത്തി പോകുന്നതുകൊണ്ട് കുറച്ചും കൂടെ സമയം എടുക്കും. ഒട്ടകത്തെ കണ്ടു നമ്മൾ. അങ്ങനെ നമ്മൾ മദാം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയിരിക്കുവാണ്. ഇതൊരു പഴയ ടൗൺ പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. കണ്ടോ, ഇവിടെ കുറെ പഴയ രീതിയിലുള്ള കെട്ടിടങ്ങളാണുള്ളത്. ഹലോ ഗൈസ്, അപ്പം നമ്മളിവിടെ മോട്ടോർ സൈക്കിൾ ഡെസേർട്ടിൽ ഓടിക്കാൻ വേണ്ടിയിട്ട് മോട്ടോർ സൈക്കിൾ റെൻ്റൽ കണ്ടു. അപ്പോൾ അതിൻ്റെ റേറ്റ് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ഇവിടെ കുറച്ച് ഒട്ടകം നിൽക്കുന്നത് കണ്ടത്. ഞാനപ്പം ഒട്ടകത്തെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അകലെയുള്ള ഒട്ടകത്തെ സൂം ചെയ്തല്ലേ കാണിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ആണെങ്കിൽ ഒട്ടകം ഏറ്റവും അടുത്ത് നമുക്ക് കാണാൻ പറ്റി. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഒട്ടകത്തെ. ഞാൻ ആദ്യമായിട്ടാണ് ഒട്ടകത്തെ ഇത്രയും അടുത്ത് കാണുന്നത്. കണ്ടോ ഒട്ടകം നിൽക്കുന്നത്? തൊടാൻ പറ്റുമോന്ന് അറിയത്തില്ല ഒട്ടകത്തെ. ഞാൻ അടുത്തേക്ക് പോയി നോക്കാം. ചവിട്ടുമോന്ന് അറിയത്തില്ല ഒട്ടകം. കണ്ടോ ഒട്ടകത്തെ? ഒട്ടകത്തിന്റെ വായുടെ ഭാഗത്ത് എന്തോ ഒരു കവറിങ് പോലെ ഇട്ടിട്ടുണ്ട് ഒട്ടകത്ത്. ഈ ഒട്ടകം നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. കണ്ടോ ഒട്ടകം? ഇതിന്റെ ഇങ്ങനെ ഒരു കയറിട്ട് അതിനെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുക കേട്ടോ. ഇവിടെ മൂക്കിന്റെ ആ ഒരു ഭാഗത്തുനിന്ന് ഒരു കയറിട്ടിട്ട് ഒട്ടകത്തെ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുവാണ്. ഇതാണ് ഒട്ടകം. പക്ഷെ മറ്റേ ഒട്ടകത്തിന്റെ അവിടെ അങ്ങനെ കെട്ടിയിട്ടിട്ടില്ല കേട്ടോ. ഈ ഒട്ടകം കണ്ടോ, ഒട്ടകം സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഒട്ടകത്തിന്റെ പല്ലൊക്കെ നമുക്ക് കാണാൻ പറ്റും.
ഉണ്ട് ഒട്ടകം. പക്ഷെ എനിക്ക് തൊടാൻ പേടിയാട്ടോ ഒട്ടകത്തെ. ഇവിടെ ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതാണ് മോട്ടോർ സൈക്കിൾ, നമ്മുടെ ഡെസേർട്ടിലൂടെ ഓടിക്കുന്നതാണ് ഈ സംഭവം. അപ്പം നമ്മളിതിൻ്റെ റേറ്റ് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ എൻ്റെ ഒപ്പം വന്ന ആളെ ഇപ്പം കാണുന്നില്ല, എവിടെയാണോ എന്തോ. നോക്കാം നമുക്ക്. വരുന്നുണ്ട് റേറ്റൊക്കെ ചോദിച്ചിട്ട്. ഇവിടെ ബഗ്ഗിയും ക്വാഡ് ബൈക്കും ഒക്കെ കിടക്കുന്ന കണ്ടോണ്ട് കയറിയതാണ്. അപ്പം ബഗ്ഗിക്കാണെങ്കിൽ 30 മിനിറ്റ്സ് 800, ക്വാഡ് ബൈക്കാണെങ്കിൽ 30 മിനിറ്റ്സ് 300 രൂപ. അപ്പോൾ ഞങ്ങൾ സമയമില്ല, ഓടി എത്തുകയും വേണം. പിന്നെ ബഗ്ഗി എടുക്കാൻ വേണ്ടിയായിരുന്നു കയറിയത്. ബഗ്ഗിക്ക് 800 ആയതുകൊണ്ട് ഞങ്ങളിപ്പം തൽക്കാലം വേണ്ടെന്ന് വെച്ചിട്ട് പോവാം. ഈ ഏരിയ ഫുള്ള് ഇത് തന്നെ കേട്ടോ, ബഗ്ഗി റെൻ്റൽസും ഡിസേർട്ട് ഡ്രൈവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഞങ്ങൾ അങ്ങ് തൊട്ടേ കാണുന്നുണ്ട്, പക്ഷേ എല്ലാം ലെഫ്റ്റ് സൈഡിലായിരുന്നു. അപ്പോൾ റൈറ്റ് സൈഡിൽ ഒരെണ്ണം കണ്ടപ്പം ഞങ്ങൾ ചുമ്മാ ഒന്ന് കയറി നോക്കിയതാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവാം. ഹലോ ഗൈസ്, ഒട്ടകം നടന്നു പോകുന്ന റോഡിലൂടെ കണ്ടോ. ഇവിടെ കുറേ ഒട്ടകമുണ്ട്. ഫാമിലെ ഒട്ടകമാണ്. എല്ലാ ഒട്ടകത്തിൻ്റെയും കാലിങ്ങനെ കെട്ടിയിട്ടിരിക്കും, അതുകൊണ്ട് അതിന് നടക്കാൻ ഭയങ്കര പാടാണ്. കണ്ടോ, ഇങ്ങനെ പുല്ലൊക്കെ തിന്ന് പോകുവാണ്. ഇത് ഷാർജ മോസ്ക് ആണ് കേട്ടോ. ഇത് ഷാർജ എമിറേറ്റ്സിലെ ലാർജസ്റ്റ് മോസ്ക് ആണ്. നമ്മളങ്ങനെ ഷാർജ എത്തി. നല്ല തിരക്കുള്ള റോഡാണ്. ഇപ്പം നമ്മൾ നേരത്തെ വന്ന റോഡൊന്നും തിരക്കില്ലാത്ത റോഡാണ്, നല്ല തിരക്കുള്ള റോഡാണ്. ഇവിടുന്ന് നമ്മൾ നേരെ റാസൽ കൈമേലോട്ടാണ് പോകുന്നത്. നമ്മളിപ്പോ കുറെ മലയൊക്കെ ഉള്ളൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഫുൾ മലകളാണ് കേട്ടോ, ഫ്രണ്ടിലും സൈഡിലൊക്കെ മലകളാണ്. നമ്മളിപ്പം ബോർഡർ ക്രോസിങ്ങിലേക്ക് ഉള്ള റോഡിലേക്ക് തിരിയുക. ഇനിയിപ്പം എത്ര ദൂരം കൂടെ ഉണ്ടെന്ന് അറിയത്തില്ല. ഇപ്പം വലിയ ദൂരം കാണത്തില്ല, ഇപ്പം എത്തും ബോർഡറിൽ. നമ്മളിവിടെ ഒരു ഫാക്ടറി കണ്ടു. എന്തിന്റെ ഫാക്ടറിയാന്ന് നമുക്കറിയില്ല. ബോർഡ് വല്ലതും കാണുവാണെങ്കിൽ നോക്കാം. സിമെന്റ് കമ്പനിയാണ് കേട്ടോ. ഇവിടെ സിമെന്റ് കമ്പനി, യൂണിയൻ സിമെന്റ് കമ്പനി എന്ന് എഴുതിയിട്ടുണ്ട്. വലിയൊരു ഫാക്ടറിയാണ്. ഇവിടെ പോകുന്ന വഴിക്ക് ചെറിയ ഫോർട്ട് പോലെ ഉണ്ട് കേട്ടോ. ഇതിന്റെ ഫ്രണ്ടിൽ ഒരു ഫിഷിംഗ് ബോട്ട് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ കടകളൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ പെട്ടിക്കടകള് പോലത്തെ കടകൾ കണ്ടോ, എല്ലാം നല്ല ചെറിയ കടകളാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ പോലത്തെ ബൈക്കുകളൊക്കെ ഇവിടെ കാണാം. അതായത് നമ്മൾ തമിഴ്നാട്ടിലേക്കൂടെയൊക്കെ പോകുന്ന പോലെയാണ് ഇതിലെ പോകുമ്പം. ഇതിന്റെ അപ്പുറത്ത് ബീച്ചാണ്. ബോർഡർ ക്രോസിങ്ങിലൂടെ ഒമാനിലോട്ട് കയറാം. നമ്മളിപ്പോൾ അടുക്കാറായി. എനിക്ക് കുറച്ച് നേരം കൂടെ കാണത്തുള്ളൂ, 10 മിനിറ്റ് വല്ല കാണത്തുള്ളൂ. എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ആ വഴിയിലേക്ക് തിരിഞ്ഞ്
സൈഡിലൂടെ ഒരു വഴിയുണ്ട് കേട്ടോ, കണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. മുകളിൽ വരെ ഇങ്ങനെ നടന്നു പോകാൻ പറ്റുന്ന വഴിയാണ്, പക്ഷെ അത് ക്ലോസ് ചെയ്തിരിക്കുക കേട്ടോ ആ സ്ഥലം. നമ്മളിവിടെ ചെക്ക് പോസ്റ്റിലെത്തി. ഇനിയിപ്പം അവിടെ പോയിട്ട് അകത്ത് ചെന്നാലേ നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങൾ പോയിട്ട് വന്നിട്ട് ബാക്കി പറയാം. അപ്പോൾ ഞങ്ങൾ ബോർഡറിൽ നിന്ന് പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിറങ്ങി. ഒന്നുമില്ലായിരുന്നു. ആദ്യം നമ്മുടെ UAE എക്സിറ്റ് അടിക്കും. അപ്പോൾ അവിടെ ഒരാൾക്ക് 30 ദിർഹംസ് വെച്ച് 60 ദിർഹംസ്. പിന്നെ നമ്മുടെ ഒക്കെ ഒമാൻ ഇൻഷുറൻസ് കാറിനില്ലെങ്കിൽ ഒമാൻ ഇൻഷുറൻസ് എടുക്കണം, അതിനൊരു 120 ദിർഹംസ്. അത്രയേ ഉള്ളൂ പ്രൊസീജിയർ. പിന്നെ ബാക്കി നമ്മൾ അതായത് അവർ പാസ് തരും, ഇവിടെ ഒമാൻ എൻട്രി അടിക്കും, പിന്നെ നമുക്ക് കയറി പോരാം. പിന്നെ വണ്ടിയുടെ ഒരു ചെറിയ ചെക്കിങ് ഉണ്ട്, അത്രയേ ഉള്ളായിരുന്നു. കണ്ടു ഈ പാറ കല്ലൊക്കെ കണ്ടു, ഒരു പ്രത്യേക രീതിയിലായിരിക്കുന്നത്. ഇത് ഒരു സൈഡ് ബീച്ചും ഒരു സൈഡ് ഇതുപോലത്തെ മലയും കേട്ടോ. നമ്മൾ ഫുള്ള് പോകുന്നത് ഈ റൂട്ടിലാണ്. കടലിന്റെ സൈഡിൽ കൂടെ ഈ റൂട്ട് ഫുള്ള് പോകുന്നത് ഇങ്ങനെ, ഒരു സൈഡ് കടലും ഒരു സൈഡ് മലയായിട്ട്. ഇപ്പം കടല് നമുക്ക് കാണാൻ ഈ ഒരു സൈഡിലത്തെ മതിലുള്ളത് കൊണ്ട് കാണാനേ പറ്റത്തുള്ളൂ, അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റത്തില്ല. തിരിയുമ്പോ കാണാം കടല്, കണ്ടോ? മണ്ണെടുത്തോണ്ട് വരുന്നുണ്ടോ? നമ്മളൊരു ബീച്ച് കണ്ട് ഇവിടെ നിർത്തിയതായിട്ടോ, നിങ്ങൾ കാണിക്കാം. ഇവിടെ ഒരു ചെറിയ പ്ലേ ഏരിയ പോലെയൊക്കെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയൊരു ബീച്ചാണേ. അങ്ങോട്ടേക്ക് നമുക്ക് നടന്നൊക്കെ ഇറങ്ങാൻ പറ്റും. നല്ല വെയിലാണ് കേട്ടോ ഇവിടെ. വെയിൽ താറണമെങ്കിൽ ഒരു 5:30 ആവണം. നമ്മളപ്പോൾ ഇവിടെ വെച്ച് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാ. നമ്മളപ്പം വണ്ടിയിൽ നിന്ന് ചെയറും ഫുഡൊക്കെ എടുത്തിട്ട് അവിടെ പോയി ഇരിക്കാൻ പോവാണ്. ഫുഡുണ്ട്. ഈ കൂടാരം പോലെയുള്ള ഇതിൻ്റെ അകത്തിരുന്ന് നമുക്ക് കഴിക്കാം. കാക്കയൊക്കെ കരയുന്നുണ്ട് ഇവിടെ. ഇത് നമ്മളിവിടെ പെട്രോൾ അടിക്കാൻ പമ്പിൽ കയറിയപ്പം കണ്ട ഒരു കോഫി ഷോപ്പാണ്. നല്ല രസമുണ്ട്. ഞങ്ങളിനി ഇവിടെ കയറി എന്തെങ്കിലും ജ്യൂസോ വല്ലതും ഉണ്ടോ എന്ന് നോക്കാമെന്ന് ഓർത്താം. ഞങ്ങൾ ഈ കട കയറി കേട്ടോ, പക്ഷേ ഇത് അടവായിരുന്നു, അതുകൊണ്ട് രക്ഷയില്ല. നമ്മളങ്ങനെ ബീച്ചിലേക്ക് വന്നു. ഇത് ബൂഹ ടൗൺ ആണെന്ന് തോന്നുന്നു. അൽബൂഹ ബീച്ച് എന്നാണ് എഴുതിയേക്കുന്നത്. ഇത് ബൂഹ ടൗൺ ആണെന്നാണ് തോന്നുന്നത്. അതെ, നമ്മുടെ ബൂഹ ബീച്ചിലേക്ക് വന്നു. പക്ഷെ ബീച്ചൊന്നും ഇവിടെ കാണുന്നില്ല. ഈ സൈഡിലാണ് ബീച്ച്. അതൊരു കൺസ്ട്രക്ഷൻ എന്തോ ഇത് നടക്കുന്നതുകൊണ്ട് ഒരു മതില് പോലെ മറച്ചു വെച്ചിരിക്കുവാണ്.
പോലത്തെ സാധനം ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഇത് ഒമാന്റെ ഫ്ലാഗാണ് കേട്ടോ. ഇത് കണ്ടോ, വീടുകളുടെ ഒക്കെ ഫ്രണ്ടിൽ ബീരങ്കി വെച്ചിട്ടുണ്ട്. എന്തിനാന്നറിയത്തില്ല. എല്ലാ വീടിന്റെ ഫ്രണ്ടിലില്ല കേട്ടോ, ഒരു വീടിന്റെ ഫ്രണ്ടിൽ മാത്രം ബീരങ്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വഴിയിലൊക്കെ കുറെ ഫുഡ് ട്രക്കൊക്കെ ഉണ്ട്. ചിലപ്പോ അത് വൈകിട്ടൊക്കെ ഓപ്പൺ ആകുമായിരിക്കും. കണ്ടോ, ബീച്ചിന്റെ സൈഡിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ റോഡ് ഫുള്ള് ബീച്ചിന്റെ സൈഡിലൂടെയാണ് കേട്ടോ പോകുന്നത്, അങ്ങ് വരെ. കസബ 33 മിനിറ്റ് 34 കിലോമീറ്റർ. വെയില് നല്ല വെയിലുണ്ട്, അതുകൊണ്ട് നമുക്ക് പുറത്തൊന്നും ഇറങ്ങി നിക്കണമെങ്കിൽ വെയില് താറാതെ പറ്റത്തില്ല. ഫുള്ള് മലകളാ കേട്ടോ. ഒരു സൈഡില് ബീച്ച് അങ്ങ് വരെ ആണെങ്കിൽ ഒരു സൈഡില് അങ്ങ് വരെ മലകളും. മലയുടെ താഴത്ത് ഫുള്ള് വീടുകളാ, ചെറിയ വീടുകളും വലിയ വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ മറ്റേ പെരുന്നാളിന്റെ ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് സൈഡിലൊക്കെ. സ്ട്രീറ്റ് ലൈറ്റിലൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ, 2-3 കുറച്ചൊക്കെ ഉള്ളൂ. എല്ലായിടത്തും ഉണ്ട്. ഇത് കണ്ടോ, ഒരു പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു വള്ളം വെച്ചിട്ട് ഇരിക്കുന്നത് കടലിന്റെ സൈഡില്. ഈ വീട്ടിലൊക്കെ നല്ല രസമായിരിക്കും. അവര് എഴുന്നേക്കുമ്പോ തന്നെ അവര് ബീച്ച് കണ്ടുകൊണ്ടായിരിക്കും ബാൽക്കണിന്നൊക്കെ നോക്കിയാൽ കാണുന്നത്. ഈ വീട് കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പള്ളി ഒത്തിരി ഉണ്ട് കേട്ടോ. വീടിന്റെ എല്ലാ വീടിന്റെ അടുത്ത് ഓരോ കുറച്ച് വീടുകൾ കൂടുമ്പോൾ ഒരു പള്ളി, അങ്ങനെയാ. മലയുടെ മുകളിലൊരു ഫോർട്ട് കാണിച്ചു തരാം. നിങ്ങൾ കാണുന്നുണ്ടോ? കണ്ടോ, അവിടെ ഒരു ഫോർട്ട്. ശരിയാ. അവിടെ ബീച്ചിലാരോ, ബീച്ചിൽ കുറെ കുട്ടികളും ഫോറിനേഴ്സ് ഒക്കെ കുളിക്കുന്നുണ്ട് അവിടെ. ഫുള്ള് ബീച്ച്, അതായത് റോഡ് ഫുള്ള് കടലിന്റെ തീരത്തായതുകൊണ്ട് ഓരോരോ നമ്മുടെ ബസ് സ്റ്റോപ്പ് പോലെയാണ് ഇവിടെ ബീച്ച്. ചില സ്ഥലത്തൊക്കെ കുറെ ആൾക്കാർ, ഇപ്പൊ അവിടെ നമ്മൾ കണ്ട പോലെ അവിടെ ഒത്തിരി കുട്ടികളും ആ ഫോറിനേഴ്സ് ഒക്കെ കുളിക്കുന്നതൊക്കെ കാണാം നമുക്ക്. സ്പീഡ് ലിമിറ്റ് 80 കേട്ടോ, അവിടെ റോഡിൽ വെച്ചിട്ടുണ്ട്, ബോർഡ് വെച്ചിട്ടുണ്ട്. നമുക്ക് അൽഹിൽ ബീച്ചിലോട്ട് കയറാം. കുറേ വണ്ടിയുണ്ട് റൈറ്റ് സൈഡിലോട്ട്, അതൊക്കെ അത് കഴിഞ്ഞിട്ട് പോകാം. ഇവിടെ ഒരു പാർക്ക് പോലത്തെ ഒരു ഏരിയ ഉണ്ട് കുട്ടികൾക്കൊക്കെ കളിക്കാൻ. ഇവിടെ കാറ് കേറത്തില്ലെന്ന് തോന്നുന്നു. അല്ല, കേറും. ഇവിടെ പാർക്കിംഗ് അപ്പുറത്ത്, നമുക്ക് അപ്പുറത്തോട്ട് പോവാം. ഇത് ക്യാമറ പാർക്ക് ചെയ്യുന്ന ഏരിയ എന്തോ ആണ്. ഇതിന് ചാർജ് ചെയ്യാനുള്ള സ്പോട്ട് എല്ലാം ഉണ്ട്. മറ്റേ അവിടെ ഒരു ബൈക്കൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അപ്പൊ നമുക്ക് കാർ ഇടായിരിക്കും. അല്ല, കാറ് അതല്ല, ഇത് നമുക്ക് അപ്പുറത്ത് കാർ ഇടാം. അവിടെ കാർ ഇടാൻ ഒരു പാർക്ക് പോലെ ഒരു ഏരിയ ഉണ്ട്, അങ്ങോട്ട് പോയിട്ട് അവിടെ കാർ ഇടാം. ഓക്കെ, നമുക്ക് അവിടെ കാർ ഇടാം. ഇവിടെ 2 ബൈക്ക് ഇരിപ്പുണ്ട്, അതിൻ്റെ അടുത്ത് ഒരാളും ഇരിപ്പുണ്ട്. ഇവിടെ ബൈക്കൊക്കെ വെച്ച് റെസ്റ്റ് ചെയ്യണം. ഇവിടെ ആടുകളൊക്കെ കുറെ ആടുകൾ
ദൂരെ ഒരു ആട് നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കണ്ടോ, ഒരാടേ ഉള്ളു. പക്ഷെ ഒരാട് എങ്ങനെ ഈ രണ്ടാടുണ്ട്. പക്ഷെ ഈ രണ്ടാട് എങ്ങനെ ഈ സ്ഥലത്ത് വന്നു? ഇവിടെ രണ്ടാടുണ്ട്. ചിലപ്പം ഇത് എല്ലാത്തിനും ഒരുമിച്ച് വിട്ടിട്ട് പല പല സ്ഥലത്ത്. ഇത് നമ്മുടെ ഈ പാർക്കിൽ നട്ടു വെച്ചിരിക്കുന്ന പനയുടെ ഇലയൊക്കെ തിന്നുന്നുണ്ട് കേട്ടോ ഈ ആട്. അങ്ങനെ നമ്മൾ പാർക്കിൽ കയറി. ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട്. അവിടെ കുറച്ച് പേര് കാണാൻ പറ്റത്തില്ല. കുറേ ആൾക്കാർ ബോള് കളിക്കുന്നുണ്ട് ബീച്ചിൽ. പിന്നെ ഇവിടെ കുറേ ഫാമിലീസൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. വെയിലായതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല പാർക്കിൽ. ചിലപ്പം വൈകിട്ടാവുമ്പോൾ നല്ല തിരക്ക് കാണുമായിരിക്കും. പാർക്കിൽ നിന്ന് ഇറങ്ങി. അവിടെ ഭയങ്കര വെയിലൊക്കെയാണ്. അപ്പം നമ്മൾ കസബയിലോട്ട് പോവാണ്. അവിടെ എന്തെങ്കിലും ക്യാമ്പിംഗ് സ്പോട്ട് ഉണ്ടോ എന്ന് നോക്കാൻ പോവാണ്. ഇവിടെ വെൽക്കം ടു കസബ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മളിങ്ങനെ കേറിക്കൊണ്ടിരിക്കുക. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ കടൽ കാണാം. നല്ല രസമാണ്. ഫുള്ള് നീല താഴത്തേക്ക് ഫുള്ള് കടല് നീല കളറ്. നമ്മള് മലയുടെ മുകളിലേക്ക് നമ്മൾ കേറുന്നു. താഴെ കടല്. അങ്ങനെയാണ്. ചെവിയൊക്കെ അടഞ്ഞു. കണ്ടോ, ആ നീല കളറിൽ കാണുന്നത് കടലാണ്. കണ്ടോ, കടല് നമുക്ക് ഇവിടെയും കാണാം. ഇതിപ്പോ നമുക്ക് രണ്ട് സൈഡിലും കടലുള്ള പോലെയാണ്. ഇപ്പുറത്തും കടല്, ഈ മലയുടെ അപ്പുറത്തും ഒരു കടല്. നമ്മളൊരു കടലിന്റെ സ്ഥലത്തെത്തി. ഇതാണ് കടൽ. ഒരു ബോട്ട് കടലിൽ കൂടെ പോകുന്ന കാണാം. ഇതുകൊണ്ട് ഇവിടെ ഇത്രയും ആഴത്തിലൊരു വലിയ കുഴിയാട്ടോ, കൊക്ക പോലെയൊക്കെ. ഭയങ്കര ആഴമുണ്ട്.
അവിടെ എന്തോ ഒരു ബിൽഡിങ് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. വീടാണോ റിസോർട്ടാണോ എന്നറിയത്തില്ല. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഒത്തിരി കുഞ്ഞു കുഞ്ഞു ബോട്ടുകൾ ഇതിൽ കൂടെ കടലിൽ കൂടെ പോകുന്ന കാണാം. കണ്ടോ, ഒരു വൈറ്റ് കളറിലെ തീരെ ചെറുത്. നമ്മൾ ഇവിടെ നിന്നൊക്കെ അത്ര കാണാൻ പറ്റത്തില്ല. പിന്നെ ഈ ഫിഷിംഗ് ബോട്ട് പോലെ കുറച്ച് വലിയ ബോട്ടുകളും ഉണ്ട്. ചൂടൊക്കെ കുറഞ്ഞ് 5:30 കടലാണ് കേട്ടോ ഇവിടെ. കടല് പറഞ്ഞു പറഞ്ഞു അത്രയ്ക്ക് കടലാണ്. നമുക്ക് ആടിൻ്റെ അടുത്തൊന്ന് പോയി നോക്കാം. നിൽക്കുമോന്ന് അറിയത്തില്ല. നേരത്തെ ഞാനൊരു ആടിൻ്റെ എടുക്കാൻ പോയപ്പോൾ ആട് ഓടിക്കളഞ്ഞ്. 2 ആടുകളുണ്ട് കേട്ടോ ഇവിടെ. ആട് പോകുവാണ്. വളർത്തുന്ന ആടുകളായിരിക്കും. കണ്ടോ, നമ്മളെ അവിടുന്ന് ആ ഏറ്റവും മുകളിൽ നിന്ന് ആ കാണുന്ന വഴി കൂടെയാണ് നമ്മൾ വണ്ടി ഓടിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്. നമ്മൾ മലയുടെ താഴത്തുനിന്ന് മലയുടെ മുകളിലേക്ക് കയറി പിന്നെ വീണ്ടും നമ്മളിപ്പോൾ താഴത്തേക്ക് വരും. അങ്ങനത്തെ ഒരു രീതിയിലാണ്. നമ്മൾ താഴത്തുനിന്ന് മുകളിലേക്ക് എത്തി, വീണ്ടും അവിടെ നിന്ന് കറങ്ങി വീണ്ടും താഴത്തേക്ക് എത്തി. ഇതാട്ടോ കുറച്ച് ബോട്ടിൽ മീൻ പിടിക്കാനൊക്കെ പോകുമ്പം യൂസ് ചെയ്യുന്ന പോലത്തെ. ഇത് പക്ഷെ കൊള്ളാത്ത ബോട്ടാട്ടോ. കൊള്ളാത്ത ബോട്ടാന്ന് തോന്നുന്നു. ഇങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇത്. നമ്മൾ മറ്റേ ട്രോളി പോലത്തെ ഇതിൽ ഒരു ബോട്ട് കയറ്റി വെച്ചിരിക്കുക. അങ്ങനത്തെ ഒരു രീതിയിൽ വെച്ചിരിക്കുവാണ്. പിന്നെ അവിടെ കരയ്ക്കൊക്കെ കുറച്ച് ചെറിയ ചെറിയ ബോട്ടൊക്കെ ഇങ്ങനെ അടുപ്പിച്ചിട്ടിട്ടുണ്ട്. കണ്ടോ, മുകളിൽ അവിടുന്ന് വണ്ടി വരുന്ന കാണാൻ പറ്റും. ആ വഴി കൂടെയാണ് നമ്മളിപ്പോൾ വന്നത്. ചിലപ്പോൾ താന്ന് പോകും കേട്ടോ ഈ മണ്ണ്. ഇവിടെ ഒരാൾ നമ്മളെ തന്നെ നോക്കി നിൽക്കുന്നു. ഞാൻ നേരത്തെ എടുക്കാൻ നോക്കിയതാ, അന്നേരം ഓടിക്കളഞ്ഞു.
സൂപ്പറാണ് കേട്ടോ, ഫുള്ള് ചെടിയും പൂവും. ഇത് കസബ് ടൗണിലേക്ക് പോകുന്ന വഴിയാണ്. കണ്ടോ, ഇവിടെ എല്ലായിടത്തും ഇതുപോലത്തെ ബോട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ കടലായതുകൊണ്ട് ഫിഷിംഗ് ആണ് ഇവിടുത്തെ മെയിൻ. എന്തോടെ അത്ര തിരക്ക്? വള്ളവും സംഭവമൊക്കെയാണല്ലോ. മറ്റേ ഇത് മൾബറി. ബീച്ചിൽ പോയാലോ? ഇനി ഇവിടെ തിരിച്ചു പോവാനാ? 4 മിനിറ്റ് അല്ലേ ഉള്ളൂ ഈ സ്ഥലത്ത്. എന്താ ഇവിടെ എന്താ 4 മിനിറ്റ് അല്ലേ ഉള്ള നോക്കാൻ പോയിട്ട്. ഗൈസ്, ഇതാണ് കസബിലെ ഫിഷ് മാർക്കറ്റ് കേട്ടോ. സൺസെറ്റിന്റെ സമയമായി. ഫിഷിംഗ് ബോട്ടുകളാണ് ഇവിടെ ഫുള്ള് കിടക്കുന്നത്. കരയിൽ കുറേ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളത്തിലും കുറേ ബോട്ട് കിടപ്പുണ്ട്. നമ്മളപ്പോൾ തിരിച്ച് ഫിഷ് മാർക്കറ്റിൽ നിന്ന് തിരിച്ചു പോവാണ്. ഗൈസ്, നമ്മളങ്ങനെ ഒരു പാർക്കിലെത്തി. ഇവിടെ ആൾക്കാരൊക്കെ ക്യാമ്പിങ് ചെയ്യുന്നുണ്ട്. അപ്പം അത് നോക്കാൻ വേണ്ടി നമ്മൾ വന്നതാണ്. കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അത് ഇനി ഇവർ എനിക്ക് തോന്നുന്നു നോമ്പ് തുറക്കാൻ വന്ന ആൾക്കാരാണ് ഇവരൊക്കെ. ഇവരൊക്കെ രാത്രിയാകുമ്പോൾ കൂട്ടിക്കെട്ടി പോകും. ഗൈസ്, അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ലുലുവിലേക്ക് വന്ന്. ഇവിടുത്തെ ലുലുവിൽ പ്രത്യേകിച്ച് അനക്കങ്ങളൊന്നുമില്ല. നമ്മൾ ചായ കുടിക്കാൻ ഒത്തിരി കടകളിൽ കയറി. പക്ഷേ കടയൊക്കെ 7:30 ആകുമ്പോഴേ ഓപ്പൺ ആവുള്ളൂ എന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ നോമ്പ് തുറക്കുന്ന സമയം സാധാരണ 6:30 നോമ്പ് തുറന്നു. പക്ഷേ ഇവർ 7:30 ആകും കടയൊക്കെ തുറക്കാനെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ചായ കുടിച്ചില്ല. അപ്പോൾ ഇവിടുന്ന് കുറച്ചെന്തെങ്കിലും അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വാങ്ങാൻ വന്നതാണ്. ഇവിടെ കുറച്ച് ടെൻ്റൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ടെൻ്റ് ഉണ്ട്. ഗൈസ്, അപ്പം നമ്മൾ ടെൻ്റൊക്കെ സെറ്റ് ചെയ്തു. ബീച്ചിൻ്റെ സൈഡിലാണ്. അപ്പം രാവിലെ ആകുമ്പോൾ നിങ്ങളെ വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം രാത്രി ആയതുകൊണ്ടൊന്നും കാണാനൊന്നും പറ്റത്തില്ല. ടെൻറ്റിൻ്റെ ഉൾവശം കാണിച്ചു തരാം നമ്മളപ്പം എല്ലാം സെറ്റ് ചെയ്തു കിടക്കാനായിട്ടൊക്കെ. പിന്നെ നമുക്ക് 2 ചെയറുണ്ട്. ചെയറും ടേബിളൊക്കെ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ രാവിലെ ബീച്ചിൻ്റെ വ്യൂവും സൺറൈസൊക്കെ കാണിച്ചു തരാം.